ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. എപ്പിസോഡ് സ്റ്റാർട്ടിംഗിൽ ഹീറോയുടെ കുട്ടിക്കാലാണ് കാണിക്കുന്നത്. ഹീറോ ഫോട്ടോ എടുക്കുന്ന ഈ പെൺകുട്ടി ഹീറോയുടെ ഫസ്റ്റ് വിസിറ്റർ ആണ്. ഒരു നാൾ ഹീറോനെ ഈ ക്യാമറയുമായിട്ടാണ് അവൾ കാണാൻ വന്നത്. ഹീറോയുടെ കാണാതെ പോയ അങ്കിളിന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ എങ്ങനെയാണ് ഈ കുട്ടിയുടെ കയ്യിൽ വന്നതെന്നൊന്നും നമുക്ക് കാണിക്കുന്നില്ല. ആ ക്യാമറ കൊണ്ടുവന്ന ഉടനെ തന്നെ ഹീറോ അവളുടെ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. നെതർവേൾഡിന്റെ ഡോർ തുറന്നെങ്കിലും ആ പെൺകുട്ടി അതിനുള്ളിലേക്ക് പോകുന്നില്ല. ഹീറോയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇവളിപ്പോഴും മരിച്ചിട്ടില്ല എന്ന്. നീ ഒരു ലൈവ് സോൾ ആണ്, നിനക്ക് ഈ ക്യാമറ എവിടുന്നാ കിട്ടിയത്, ശരിക്കും നീ ആരാന്നൊക്കെ ചോദിച്ച് അവളുടെ കൈ നോക്കിയ ഹീറോയുടെ പാരമ്പര്യത്തിലുള്ള അതേപോലെ ഒരു മാർക്ക് അവളുടെ കയ്യിലും വന്നിട്ടുണ്ട്. ശരിക്കും നീ ആരാണെന്ന് ചോദിച്ചു നിൽക്കുകയാണ് ഹീറോ. അവിടെ കെട്ടാക്കി പ്രസന്റിൽ ഹീറോ ഹാനിന് ഇവിടെ വിട്ട് പോവത്തില്ല എന്ന് പറഞ്ഞ് പ്രോമിസും കൊടുത്തിട്ട് നിൽക്കുക. ഡ്രിങ്ക് ചെയ്തതിന്റെ ഹാങ് ഓവറിലാണോ ക്ലോസ് ആയിട്ട് വന്നതിന്റെ സ്പിരിറ്റിലാണോ എന്നറിയില്ല, ഹാൻ ഹീറോനെ കയറി കിസ് ചെയ്തു. ഹീറോയും കുറച്ചു നേരം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക. ഈ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഹാനിന് ബോധം വന്നത്. അയ്യോ, ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേക്കുന്നത്, ഞാൻ ഇനി എങ്ങനെ മുഖത്ത് നോക്കും, ആ ഒരു ടൈമിൽ സംഭവിച്ചു പോയതാ, ഞാൻ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നത്, എന്നെപ്പറ്റി എന്ത് വിചാരിച്ചാണോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷനിലാണ് ഹാന്. അതും ഇത് ഓർത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല, ഡയറക്റ്റ് പറയാന്ന് പറഞ്ഞു. മിസ്റ്റർ സിയോ, എന്റെ പുറകെ ഇങ്ങനെ വരരുത്, ഞാൻ ശരിക്കും ചമ്മിയിരിക്കുക, എന്താ ചെയ്തെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, എങ്കിൽ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ പതിയെ വന്നാ പോരേന്ന് ചോദിക്കുക. ഹീറോയും ഉടനെ ഞാൻ അതുകൊണ്ടൊന്നും അല്ല ഫോളോ ചെയ്തത്, ഒരു കുട്ടി ഗോസ്റ്റ് കുറെ നേരമായിട്ട് പുറകെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പുറകെ വന്നത്, കുഴപ്പമില്ലെങ്കിൽ ഞാൻ പോയേക്കാന്ന് പറയാ. ഗോസ്റ്റ് എന്ന് കേട്ടിടനെ അയ്യോ അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നേരെ പൊക്കോളാന്ന് പറഞ്ഞ് ഹാൻ അങ്ങോട്ടേക്ക് പോവാ. ഹാനിനെ ഫോളോ ചെയ്തോണ്ടിരുന്നത് ഒരു കുട്ടി ഗോസ്റ്റ് ആയിരുന്നു. ഹീറോയും ആ ഗോസ്റ്റിനെ നോക്കി ചിരിച്ചു കാണിച്ച് പോകുന്ന സമയത്ത് അവിടെ ഒരു പൂച്ച ചത്ത് കിടപ്പുണ്ട്. അത് ഹീറോ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ കാര്യമാക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഹാൻ ഹീറോയുടെ അടുത്ത് വീണ്ടും ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് എന്നെ റിജക്ട് ചെയ്യുന്നത്, എനിക്കറിയാം തനിക്കും എന്നെ ഇഷ്ടമാണെന്ന്, പിന്നെന്തിനാ എന്നെ ഇത്രയും കെയർ ഒക്കെ ചെയ്യുന്നത്, ഇപ്പോഴല്ലെങ്കിൽ പിന്നീടാണെങ്കിലും എന്തായാലും തനിക്ക് എന്നെ ഇഷ്ടമാകും എന്നൊക്കെ പറയാ. ഹീറോ ഉടനെ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, എന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസൈഡ് ചെയ്തതാ, നമ്മൾ തമ്മിൽ പെട്ടെന്ന് തന്നെ പിരിയും, ഇവിടെ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്നെ കാണത്തേയില്ല എന്നല്ല ഹീറോ പറഞ്ഞോണ്ടിരിക്കുക. ഹാനു ഉടനെ മനുഷ്യന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല, എന്താ സംഭവിക്കുന്നത് നോക്കാന്നൊക്കെ പറയാ. ഹീറോ വീണ്ടും വീണ്ടും ലൈൻ ക്രോസ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് വാണിംഗ് കൊടുക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ഹാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നേരെ വീട്ടിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ ചീത്ത വിളിക്കുക. എത്ര ധൈര്യം ഇരുന്നാല് വീണ്ടും വീണ്ടും എന്നെ റിജക്ട് ചെയ്യുന്നത്, ഒരു നാണവും ഇല്ലാതെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന എന്നെ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ ലൈൻ ക്രോസ് ചെയ്യണമെന്നല്ലേ, നോക്കിയോ എന്റെ അടുത്ത് വന്ന് ഇഷ്ടം എന്ന് പറയുമ്പോ ഞാൻ ഇതുപോലെ തന്നെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പാവം നല്ല സങ്കടത്തിൽ കിടക്കുക. കിം ആണെങ്കിൽ ഡ്രസ്സ് പോലും ഇടാനുള്ള നേരെ ഇല്ലാതെ ഓടുന്നത്, പോകുന്ന വഴിയെ ബാക്കിയെല്ലാം ഇട്ടാ മതിയല്ലോ. അവിടെ സീൻ കട്ടാക്കി ഒരു പെൺകുട്ടി ഡ്രിങ്ക് ചെയ്ത് ഒരുപാട് സങ്കടത്തോടെ ആ ഒരു ബ്രിഡ്ജിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവള് ശരിക്കും ഡിപ്രസ്ഡ് ആണ്. അവൾ അവളുടെ ഫോൺ എടുത്ത് ആരെയും വിളിക്കുന്നുണ്ട്. അതൊരു ഓൺലൈൻ കൗൺസിലർ ആണ്. നമ്മൾ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴും ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴൊക്കെ അവരെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർത്താം. അയാളെ വിളിച്ചിട്ട് താങ്ക് യു ഫോർ എവറിത്തിങ്, ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്തല്ല നിങ്ങളായിരുന്നു എനിക്ക് ധൈര്യം നൽകിയത്, കൂടുതൽ ഊർജ്ജം നൽകി, പക്ഷെ ഇപ്പൊ അതെല്ലാം ചോർന്നു പോയി, ഇതായിരിക്കും എന്റെ ലാസ്റ്റ് കോള്, ഞാൻ ഒരിക്കലും നിങ്ങളെ ഇനി ശല്യപ്പെടുത്തില്ല എന്ന് പറയാ. ആ കൗൺസിലർ പറയുന്നുണ്ട് താനിപ്പോ എവിടെ ഉള്ളതെന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, എന്റെ പേര് വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്, നിങ്ങളിപ്പോ എവിടെ ഉള്ളതെന്നൊക്കെ കൗൺസിലർ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. എന്ന് അവൾ അവളുടെ കോള് കട്ടാക്കി ചെവിയിൽ എയർപോർട്ടൊക്കെ വെച്ച് ആ ഒരു ബ്രിഡ്ജിൽ കയറി നിൽക്കുകയാണ്. ആ കയറി നിൽക്കുന്ന സമയത്ത് അവളുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും അവൾ ഓർക്കുന്നുണ്ട്. അവളുടെ റിലേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി, അവളുടെ പേരൻസും അവളെ അംഗീകരിച്ചിട്ടില്ല, എല്ലാ കാര്യങ്ങൾക്കും എല്ലായിടത്തുനിന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രം, ഓഫീസിൽ നിന്നുള്ള സ്ട്രെസ് വേറെ, ഓരോ മെസ്സേജ് കാണുമ്പോഴും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി, ലൈഫിന്റെ പർപ്പസേ മാറി, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നലായി. അതെല്ലാം ഓർത്ത് അവൾ ആ ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് വീഴാൻ പോകുന്ന അതേ ടൈമില് ഇത്രയും നേരം അവള് കോൾ ചെയ്ത കൗൺസിലർ വരികയാണ്. അവളുടെ കൈ പിടിച്ചിട്ട് ഇത്രയും നാളെ നീ എന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്, എനിക്ക് പ്രോമിസ് തന്നതല്ലെന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്ത് അവിടെ നിന്ന് അവൻ തന്നെ ആ ഒരു ബ്രിഡ്ജിന്റെ എഡ്ജിൽ കയറി അവളെ താഴേക്ക് ഇറക്കി. എന്നാൽ താഴേക്ക് ഇറങ്ങി അവള് എന്തുകൊണ്ടാണെന്നറിയില്ല പെട്ടെന്ന് അലറിക്കൊണ്ട് അവനെ തള്ളി വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്തത്. ശരിക്കും ആ ഒരു ടൈമിൽ എന്താണ് ആ ലേഡി അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയയും തോന്നില്ല. കാരണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത്ര റിസ്ക് എടുത്ത് രക്ഷിച്ച ആളെ എന്തിനായിരിക്കും വെള്ളത്തിൽ തള്ളിയിട്ടത്. ആ ഒരു സീൻ അവിടെ കട്ടാക്കി ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറോയുടെ മൈൻഡ് മൊത്തവും ഹാൻ ഇന്നലെ കിസ് ചെയ്ത സീനാ വരുന്നത്. ആ കാര്യം ഓർക്കുമ്പോ തന്നെ ഫുള്ള് ഹോട്ട് ആവുന്നുണ്ട് ഹീറോ. മൈൻഡ് ഒന്നും ക്ലിയർ ആക്കാനേ പറ്റുന്നില്ല, ഫുൾ ടൈം ഹാനിന്റെ ചിന്തയാ. അതേ ടൈം ഹീറോനെ ഹാൻ വിളിക്കുന്നുണ്ട്. സ്റ്റുഡിയോയിലെ കുറെ കൊറിയേഴ്സ് വന്നിട്ടുണ്ട്, അതൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ആൾക്കാർ നിൽക്കുക, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഹീറോയും വന്ന് നോക്കിയാൽ കുറെ ലഗേജ് ഒക്കെ വന്നിട്ടുണ്ട്, സൈൻ കൊടുത്ത് വിടുന്നുണ്ടെങ്കിലും ഇത് ഹീറോ ഓർഡർ ചെയ്തൊന്നും അല്ല, എന്താന്ന് മനസ്സിലാവുന്നില്ല. ആ ടൈമിൽ ഹാൻ വന്നിട്ട് ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തായാലും സേഫ് സോൺ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് നിൽക്കണം, എനിക്ക് അതുകൊണ്ട് തന്നെ വേറെ എവിടെയും പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വരുന്ന കേസൊക്കെ ഹാൻഡിൽ ചെയ്താൽ തന്നെ എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ കിട്ടും, അപ്പൊ പിന്നെ ഞാൻ കരുതി ഇവിടെ തന്നെ എന്റെ ഓഫീസ് ആക്കാന്ന്. കണ്ടില്ലേ അഡ്വക്കേറ്റ് ഹാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് ഹീറോന്റെ അടുത്ത് ഹാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഹീറോ എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ് നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ അകത്താക്കും, മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ എങ്ങനെയാലും ഒക്കെ
സമാധാനിക്കാം, എന്നാ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ഒക്കെ വെച്ച് ഹീറോയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നേക്ക. ഹീറോയും ഓർത്തു ഇപ്പൊ ഒരു കിസ് കിട്ടുമെന്ന്. കണ്ണു അടച്ച് ഇത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണേ. ഹാൻ എന്ന അവിടെ ഉള്ള ഒരു പെൻ എടുത്തു കൊടുത്തിട്ട് മര്യാദയ്ക്ക് സൈൻ ചെയ്തോന്ന് പറയാ. സൈൻ ചെയ്താൽ സമാധാനമാകുമല്ലെന്ന് കരുതി ഹീറോ പെട്ടെന്ന് സൈനും ചെയ്തു. അപ്പോഴും ഹാൻ ക്ലോസ് ആയിട്ട് വന്നോണ്ടിരിക്കുക. ഹാൻ ഇങ്ങനൊന്നും ക്ലോസ് ആയിട്ട് വരരുതേ എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻ ആണ് ഹീറോയുടേത്. എന്നിട്ട് ഹാനും അടുത്തേക്ക് വന്നിട്ട് ഞാൻ ഇനി ഒരിക്കലും എന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ നോക്കില്ല എന്ന് പറഞ്ഞ് അവന് ഷേക്കാനും കൊടുത്തിട്ട് അവിടുന്ന് പോവാ. ഹീറോയ്ക്ക് സത്യം പറഞ്ഞ ഹാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അവിടെ സീൻ കട്ടാക്കി കിമ്മിനെയാണ് കാണിക്കുന്നത്. കിം വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഗു അവളുടെ ഫോട്ടോ ഒക്കെ ചെക്ക് ചെയ്ത് അവൾ എവിടെയൊക്കെ യാത്ര ചെയ്തു, ഇത്രയും സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇതിനു മാത്രം പൈസ എവിടുന്ന, ടൈം എവിടുന്ന, ഞാനൊക്കെ എന്റെ ലൈഫിൽ എവിടെയും പോയില്ല, ഓ ഇവള് കുറച്ച് എൻജോയ് ചെയ്യുന്ന ടൈപ്പാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഗു കിമ്മിനെ ഇവാലുവേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് കിമ്മിനെ മാനേജർ വിളിക്കുന്നുണ്ട്. മാനേജർ വിളിച്ചിട്ട് മോന്റെ ഹോംവർക്ക് ചെയ്യാനായിട്ട് അവന് സമയമില്ല, നീ ഈ പുസ്തകം മൊത്തം വായിച്ച് ഒരു അസൈൻമെന്റ് സെറ്റാക്കിയെന്ന് പറഞ്ഞ് മാനേജർ ഒരു വലിയ ബുക്ക് എടുത്ത് കൊടുക്കുക. ഇത് കാണുന്ന കിമ്മിനും ഗുവിനും ദേഷ്യം വരുന്നുണ്ട്. ഗുവിന്റെ അടുത്തും ഇതേപോലെ തന്നെയായിരുന്നു ഇയാള്. ആവശ്യമില്ലാത്ത ഒരുപാട് വർക്കുകൾ കൊടുത്ത് ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. കിമ്മിനിപ്പോ ഓൾറെഡി ഒരുപാട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഗു ജീവിച്ചിരുന്ന സമയത്ത് ഒന്നും തിരിച്ചു പറയാതെ ദേഷ്യമെല്ലാം ഉള്ളിൽ ഒതുക്കി മാനേജർ പറയുന്നതെല്ലാം അതേപോലെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അവളോട് അങ്ങനൊന്നും ചെയ്യരുത്, നീ അത് പറ്റില്ല എന്ന് പറയാനായിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ ഗു പറയുന്നത് അവൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അവളും ഗുവിനെ പോലെ തന്നെ ഞാൻ എന്തായാലും ചെയ്യും സാർ എന്നൊക്കെ പറഞ്ഞ് അവളും അതുമായിട്ട് പോകുന്നുണ്ട്. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാനേജർ ഒരു ലിഫ്റ്റിന്റെ അകത്ത് കയറിയ ഗു ലിഫ്റ്റിന്റെ അകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയുടെ ദേഹത്തേക്ക് കയറിയിട്ട് അവര് ഫോൺ വിളിക്കുന്നതായിട്ട് കാണിക്കുക. എന്ത് മോന്റെ ഹോംവർക്ക് അച്ഛൻ പറഞ്ഞിട്ട് വേറൊരാളും കൊണ്ട് ചെയ്യുന്നത്? മക്കളുടെ ഫ്യൂച്ചറിനെ പറ്റി ഇത്രയും കൺസേൺ അല്ലാത്ത ഒരു ഫാദറോ? അവനൊക്കെ ഒരു അച്ഛനാണോ? അവൻ എന്തായാലും അവരുടെ എംപ്ലോയീസിനെ ഇങ്ങനെ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ചിലപ്പോ പറയാൻ പറ്റില്ല, അവൻ ആരെങ്കിലും ഒക്കെ കൊന്നു തന്നെ കാണും. അവരുടെ ഗോസ്റ്റ് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്തോളും. ഇവനെ പോലെയുള്ളവന്മാരെ തലയിൽ ഇടുത്തീ വീഴണേന്നൊക്കെ പറഞ്ഞ് ആ അമ്മ പ്രാഗിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്നെ പറ്റിയാണോ പറയുന്നെന്നുള്ള രീതിയിൽ മാനേജർ നോക്കുക. ഉടനെ ആ ലേഡിയും എന്റെ മോന്റെ കിൻഡർ ഗാർഡനിലെ കാര്യം ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞ് മാനേജർ പുറത്തിറങ്ങിയ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന അഴുക്ക് വെള്ളം എടുത്ത് മേത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് ലിഫ്റ്റ് അടിച്ച് നേരെ പോവുകയും ചെയ്തു. അയാൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തത്ര ദേഷ്യം വന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പുള്ളിക്കാരി എവിടുന്ന് പോയല്ലോ. അവിടെ സിങ്കട്ടാക്കി സ്റ്റുഡിയോയിൽ ഇവിടെ എല്ലാരും ഇവിടെ ഫുഡ് കഴിച്ച് പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുക. ഹാൻ ഇവിടെ ഓഫീസ് തുടങ്ങിയോണ്ട് ഇപ്പൊ അവിടെ ഹീറോ ഇല്ല. ഹാനാണ് ഇവർക്ക് വേണ്ടി സാമ്പ്രാണിയൊക്കെ കത്തിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നത്. ഹീറോ അവിടേക്ക് വരുന്ന കണ്ടപ്പോ രണ്ടുപേരും കഴിക്കലൊക്കെ നിർത്തി. ഇത്രയും നേരം ഫുഡ് തന്നിരുന്ന എന്നെ പുതിയൊരാൾ വന്നപ്പോ നീയൊക്കെ കൂടി ഉപേക്ഷിച്ചല്ലേ എന്നുള്ള രീതിയിലാണ് ഹീറോ നോക്കുന്നത്. എന്തിനാ ഇങ്ങനെ പിണങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് ഹാൻ ഹീറോനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. ഹാനും ഹീറോയും കൂടെ അടുത്ത് നിന്നതും ഗുവും നമ്മും അവിടെ നോടാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിന്നാ ഞങ്ങൾക്ക് ആൾക്ക് ഇവിടെ ഇരിക്കണ്ടേ? രണ്ടുപേരും മാറിയിരുന്നെന്ന് പറഞ്ഞ് രണ്ടിനെ രണ്ട് ധ്രുവത്താക്കിയിട്ട് 4 പേരും ഇപ്പൊ ഒരു ഫാമിലി പോലെ ഇരുന്ന് ഫുഡ് കഴിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ന്യൂസ് ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന ടൈമിലാണ് ആ ഒരു കൗൺസിലറിനെ ബ്രിഡ്ജിൽ നിന്ന് തള്ളിയിട്ട കേസ് വരുന്നത്. അവിടെ CCTV ഉണ്ടായതുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം അതേപടി കാണാൻ പറ്റുന്നുണ്ട്. ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് വർക്കിനുള്ള ടൈമായി. നമുക്കെങ്കിൽ അകത്തേക്ക് പോകാന്ന് പറഞ്ഞ് 3 പേരും സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് കയറിയ ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ച് ഹാനും കെഞ്ചിക്കൊണ്ട് നിൽക്കുക. നീ വരേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോയും കഥകൾ ക്ലോസ് ആക്കി. ഇന്ന് ഇവർക്ക് വന്നേക്കുന്ന വിസിറ്റർ ആ ഒരു കൗൺസിലറാണ്. തണുത്ത് വിറച്ച് ആ ഒരു നനവോട് തന്നെയാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. നമ്മും കൂവും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുക. ഞാനൊരു ഓൺലൈൻ കൗൺസിലറാണ്. 1 മാസം മുമ്പാണ് ആ പെൺകുട്ടി എന്നെ കോൾ ചെയ്തത്. ശരിക്കും ഡിപ്രസ്ഡ് ആയിട്ട് സങ്കടത്തോടെ അവൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്നും കറക്റ്റ് ടൈമില് എന്റെ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് അവൾ എന്നെ കോൾ ചെയ്യും. അവളുടെ കോളിന് വേണ്ടി ഞാൻ ഓടി വരും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും അവള് ട്രൈ ചെയ്യാൻ തുടങ്ങി. അവളുടെ ലൈഫില് ഹാപ്പിനെസ് ഒക്കെ വീണ്ടും വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കോൾ ചെയ്തപ്പോ അവളുടെ ക്രഷ് അവളെ പ്രൊപ്പോസ് ചെയ്ത് ഒരുപാട് ഹാപ്പി ആണെന്ന് പറഞ്ഞ് എന്നെ കോൾ ചെയ്തിരുന്നു. ഞാനും അത് കേട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. വീണ്ടും നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്ന് കരുതി. പിന്നീട് എന്നെ കോൾ ചെയ്യാതായി. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും കോൾ ചെയ്തു. അയാൾക്ക് അവളെ സംശയമാണെന്നും അവള് ചീറ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോഴും ശരിക്കും സങ്കടത്തിലായിരുന്ന ആള്. എന്നെ എന്തിനു വേണ്ടിയാണ് അവൾ എന്നെ തള്ളിയിട്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞ് അവന്റെ കഥയെല്ലാം അവരോട് പറഞ്ഞോണ്ടിരിക്കുക. ഈ കഥ കേട്ടപ്പം എല്ലാവർക്കും കൗൺസിലറിനോട് സഹതാപം തോന്നാൻ തുടങ്ങി. ശരിക്കും ലൈഫിൽ ഇത്രയും ചീർ ചെയ്ത ഒരാളെ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അവിടെ സിങ്കട്ടാക്കി പോലീസ് സ്റ്റേഷനിൽ ഒരു മുത്തശ്ശിയുടെ പൂച്ചയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വന്നിരിക്കുക. ആ ഏരിയയിലുള്ള ഒരുപാട് പൂച്ചകൾ ഇപ്പൊ മിസ്സാവുന്നുണ്ട്. കിട്ടുന്നതൊക്കെ ഡെഡ് ബോഡി ആയിട്ടുമാണ്. ഇതിന്റെ പുറകിൽ എന്തോ ഒരു വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. പൂച്ചയെ കാണാതാ എന്ന് പറഞ്ഞ് തന്നെ ഒരുപാട് കംപ്ലൈന്റ് വരുന്നോണ്ട് പോലീസുകാർക്കും ഇതിലെന്തോ ഒരു സ്ട്രേഞ്ച് ഫീല് ഉണ്ടാവാൻ തുടങ്ങി. അവിടെ സിങ്കട്ടാക്കി രാത്രി ഒരു ലേഡി നടന്നു വരുന്നതായിട്ട് കാണിക്കുക. കുറച്ചു മാറി എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് കരുതി അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോ ഒരു ഈവിൾ സ്പിരിറ്റ് ഒരു പൂച്ചയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പിരിറ്റ് ആണ് ഈ പൂച്ചകളെല്ലാം നശിപ്പിക്കുന്നത്. അത് കണ്ടതും ആ ലേഡി കാറിക്കൊണ്ട് ഓടാൻ തുടങ്ങി. ആ ഗോസ്റ്റും ആ ലേഡിയുടെ പുറകെ പോകുന്നുണ്ട്. അവിടെ സിങ്കട്ടാക്കി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹാൻ ആ കൗൺസിലറിനോട് വലിയ കാര്യത്തിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ തന്നെ പറ്റി കേട്ടിട്ടുണ്ട്, ഞാൻ തനിക്ക് വേണ്ടി എല്ലാ ലീഗൽ വർക്കും ഫ്രീ ആയിട്ട് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നതും ഹീറോ അവിടേക്ക് വന്നു. കൗൺസിലർ ഹാന്റെ കയ്യിൽ പിടിച്ചാണ് ഷെയ്ക്കാന് കൊടുത്തോണ്ടിരുന്നത്. അത് കണ്ടതും ഹീറോ
ഹീറോയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഹീറോ കൈ വിടിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ ശരി, ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് കൗൺസിലർ അവിടുന്ന് പോയി. അയാള് പോയതും ഹീറോ ചോദിക്കാൻ തുടങ്ങി, നീ എന്തിനാ ഫ്രീ ആയിട്ട് വർക്ക് ഒക്കെ ചെയ്തു തരാന്ന് പറഞ്ഞ് എല്ലാവരുടെ ഇന്നും പേയ്മെന്റ് ഒക്കെ മേടിക്കണ്ടേ? എന്റെ അടുത്ത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞ്. പിന്നെന്തിനാ കൗൺസിലറിന് മാത്രം പ്രത്യേക കൺസെഷൻ എന്ന് ചോദിച്ചാൽ അയാളെ കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ട്, ഗുഡ് ലുക്കിംഗ് ആണ്, പിന്നെ വർക്കിലും ഹോണസ്റ്റ് ആണ്. അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാ. ഇത് കേൾക്കുന്നതും ഹീറോയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാണുന്നവരെ എല്ലാം പെട്ടെന്ന് വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവിടെ വരുന്നവരെല്ലാം നല്ല സോളുവാണെന്ന് നീ കരുതരുത്. നമ്മുടെ അടുത്ത് പറയുന്ന കഥകളും നമുക്കറിയാവുന്നതിനപ്പുറമായിരിക്കും സത്യങ്ങൾ എന്ന് പറഞ്ഞ് ഹാനിന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹീറോയ്ക്ക് എന്തോ സ്ട്രേഞ്ച് ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു അവന്റെ അടുത്ത്. ആ ഒരു കൗൺസിലർ ഹീറോയുടെ അടുത്ത് ആവശ്യപ്പെട്ടത് അവന്റെ ക്ലയന്റിന്റെ അടുത്ത് ഒന്നുകൂടെ സംസാരിക്കണം. അവൾ ഇതോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പോട്ടെ, ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കരുത് എന്ന് എനിക്ക് വീണ്ടും അവളോട് പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്നേക്കുക. എന്നാൽ അവളുടെ അപ്പാർട്ട്മെന്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആ ഒരു ഫുട്ടേജ് ഹീറോയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവൾ എന്തോ കണ്ട് പേടിച്ചിട്ടാണ് അവനെ തള്ളിയിടുന്നത്. എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു തോട്ടാണ്. ഹീറോ ആ ഒരു പാലത്തിന്റെ അവിടെ വന്ന് നോക്കുന്നുണ്ട്. ഹീറോയുടെ മൈൻഡില് ഒരുപക്ഷെ എന്തെങ്കിലും ഈവിൾ സ്പിരിറ്റ് അവിടെ അപ്പിയർ ആയിട്ട് അത് കണ്ട് പേടിച്ചാണോ ഇവള് തള്ളിയിട്ടത് എന്നുള്ളൊരു ചിന്തയുണ്ട്. ഹീറോ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ആ ഒരു പാലത്തിന്റെ അവിടെ നിൽക്കുന്നതും അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. ഇനി ഇങ്ങനൊന്നും ആരും ചെയ്തേക്കല്ലേ, അവിടെ ഇങ്ങോട്ട് ഇറങ്ങിക്കെന്ന് പറഞ്ഞ് ഹീറോനെ വിളിച്ചിറക്കുക. ഹീറോയും ഞാൻ വെറുതെ നോക്കാൻ വന്നാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ. എന്നിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഹാൻ ആ ഒരു ഗോസ്റ്റുമായിട്ട് ക്ലോസ് ആയിട്ട് ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുക. കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരുപാട് നേരമായെന്ന് തോന്നുന്നു. ഹീറോ വന്നപ്പം ഇതൊക്കെ കാണുന്നത് ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും ജലസ് ആയിട്ടും പൊസസീവ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഉടനെ ഹാനിന്റെ അടുത്ത് അവിടുന്ന് മാറി നിൽക്കുക, അതെന്റെ കസേര, ഞാൻ അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികളെ മാറ്റുന്നത് പോലെ അവിടുന്ന് മാറ്റിയിട്ട് ഹീറോ കയറി ഇരിക്കുക. എന്നിട്ട് ഹീറോ ചോദിക്കാൻ തുടങ്ങി, നിനക്ക് എന്താ തോന്നുന്നത്? പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ചെയ്ത് ആ ഒരു ലേഡി നിന്നെ തള്ളിയിട്ടത് എന്തിനായിരിക്കും എന്ന്. കൗൺസിലറും പറയുന്നുണ്ട്, എനിക്കും അതാ മനസ്സിലാവാത്തത്. ശരിക്കും എന്തിനായിരിക്കും അവൾ എന്നെ തള്ളിയിട്ടത്? ഒരുപക്ഷെ വേറെ ആരെങ്കിലും ആണെന്ന് കരുതി കാണുമോ? അവളെ അന്വേഷിച്ചിട്ട് കിട്ടിയോന്ന് ചോദിക്കുക. ഹീറോ ഇല്ലെന്ന് പറഞ്ഞതും കൗൺസിലറിന്റെ ദേഹത്തുനിന്ന് വീണ്ടും വെള്ളം വരാൻ തുടങ്ങി. ആ ഒരു ലേക്ക് വീണിട്ട് ഇപ്പൊ എഴുന്നേറ്റത് പോലെ മുഴുവനും നനഞ്ഞു. ശരിക്കും വിറയ്ക്കാൻ തുടങ്ങി. ഓക്കെ അല്ലേന്ന് ചോദിച്ച് എല്ലാരും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഹീറോ ഇപ്പോഴും ഹാനിന് വാണിംഗ് കൊടുക്കുന്നുണ്ട്, എല്ലാ ഗോസ്റ്റുകളെയും ട്രസ്റ്റ് ചെയ്യരുത്, അവര് പറയുന്നതെല്ലാം സത്യമാവണമെന്നില്ല എന്ന്. എന്നാൽ ഹാൻ അത് കാര്യമാക്കുന്നില്ല. അയാൾ എത്രമാത്രം ഇന്നസെന്റ് ആണ് എന്നെല്ലാം ഹാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ സീൻ കട്ടാക്കി കിമ്മിനെയാണ് കാണിക്കുന്നത്. കിം ഹാഫ് ഡേ ലീവ് ചോദിച്ചതിന് മാനേജർ എന്തൊക്കെയോ എടുത്തെറിഞ്ഞൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു ജോലി നീ ചെയ്യത്തുമില്ല, എന്നിട്ട് ലീവ് വേണമല്ലേ എന്നൊക്കെ ചോദിച്ച് ഹാർഷായിട്ടാ പോകുന്നത്. എന്നാൽ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തത് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കിം അവിടുന്ന് ഓടി ലിഫ്റ്റ് കയറുന്നുണ്ട്. അതേ ടൈമിലാണ് ഗു അങ്ങോട്ടേക്ക് വരുന്നത്. ഇത്രയും ധീർത്തി പിടിച്ച കിം അങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് കിമ്മിന്റെ പുറകെ പോവാ. നോക്കിക്കഴിഞ്ഞാ ഡേറ്റ് ഡേ എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുക. ഓഹോ, ഓഫീസ് ടൈം കട്ട് ചെയ്തിട്ട് ഇവള് ഡേറ്റിന് പോവാണോ? അതാരാണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഒപ്പം അങ്ങ് പോവാ. നേരെ കിം വന്നേക്കുന്നത് ഹോസ്പിറ്റലിലേക്കാ. ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ട ടൈമിനെയാണ് ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ് സേവ് ആക്കിയേക്കുന്നത്. എന്നാൽ ഗുവിന് അതറിയില്ലല്ലോ. ഗു നേരെ റൂമിലേക്ക് കയറിയതും ഈ ഡോക്ടറിന് കുറച്ച് പ്രായം ഉണ്ടല്ലോ, ഇവളുടെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക. ഡോക്ടർ അപ്പം അവളുടെ സ്കാനിംഗ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഇപ്പൊ കുറച്ച് മാറ്റമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് അവളുടെ ട്യൂമറിനെ പറ്റി പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഗുവിന് മനസ്സിലായത് ഇവള് ഡേറ്റിന് വന്നേക്കുന്നതല്ല, ഡോക്ടറിനെ കാണാൻ വന്നേക്കുന്നതാണെന്ന്. കിം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ആ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് നീ എടുക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുക. ഡോക്ടർ, ഞാൻ കുറച്ചുനാൾ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞത് കൊണ്ട് എന്റെ സേവിങ്സും ഇൻഷുറൻസും കയ്യിലുണ്ടായിരുന്ന എല്ലാം വിറ്റും പറക്കി വേൾഡ് മുഴുവനും ട്രാവൽ ചെയ്തു, ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു. അങ്ങനെ എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം സ്പെൻഡ് ചെയ്തു. ഇപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റിനൊന്നും ക്യാഷ് ഒന്നും ഇല്ല ഡോക്ടർ, എന്തേലുമൊക്കെ മെഡിസിൻ തന്നാൽ മതി. ഇപ്പൊ അതിനെക്കാട്ടിലും ഒക്കെ വലിയൊരു പെയിനില്ല ഞാൻ. ഇന്റേൺ ആയിട്ട് ഇരിക്കുന്നതിലും ഭേദം ക്യാൻസർ ആണെന്ന് തോന്നുന്നത്. അപ്പൊ ഞാൻ അടുത്ത ഡേറ്റിന് നെക്സ്റ്റ് മന്ത് വരാം. ഹോസ്പിറ്റലിൽ പോകുന്ന പോലല്ല, എനിക്ക് ഡേറ്റിന് വരുന്ന പോലെ ഇങ്ങോട്ടേക്ക് വരുന്നത്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നും തോന്നി. അതാ ഞാൻ പറയുന്നത് അടുത്ത ഡേറ്റിന് നെക്സ്റ്റ് മന്ത് വരാന്ന് പറഞ്ഞ് കിം അവിടുന്ന് പോവാ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് കിം എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ട്രോങ് വുമൺ ആണെന്ന് ഗുവിന് മനസ്സിലായത്. അവിടെ സീൻ കട്ടാക്കി വലിയൊരു ചെടിച്ചട്ടിയുമായിട്ട് ഹാനിനെ കാണാനായിട്ട് ഹാനിന്റെ സീനിയർ വന്നേക്കുക. ആ മല കയറി കയറി സീനിയറിന്റെ ശ്വാസം മൊത്തം തീർന്നു. ഇതെന്നെ ഒരു കുന്ന, ഇതെങ്ങനെ നീ ഡെയിലി കയറുന്നു എന്നൊക്കെ ഹാനിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സീനിയർ വന്നതേ ചോദിക്കുന്നത്, ഈ ഫോട്ടോ സ്റ്റുഡിയോ എടുത്ത് എന്തിനാ നിന്റെ ഓഫീസ് വെച്ചേക്കുന്നത്? ശരിക്കും എന്ന സംഭവം നീ വേറെ എവിടെയും ഓഫീസ് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചാൽ ശരിക്കും ഹാൻ ഇപ്പൊ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആ ഒരു കൗൺസിലറിന്റെ കേസിനെ പറ്റി പറയാനാണ്. കൊറിയയിലൊക്കെ ഏതെങ്കിലും ലോ കമ്പനിയുടെ കീഴിൽ മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹാനിപ്പോ ഒരു കമ്പനിയുടെ കീഴിലല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആരെയും ഹെൽപ്പ് ഇല്ലാതെ അവക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് സീനിയറിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സീനിയറും ചോദിക്കുന്നുണ്ട്, മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി പെട്ടെന്ന് എന്ത് പറ്റി? ഈ ഒരു കേസ് നടത്താനായിട്ട് ഹാനും എന്തൊക്കെയോ പറഞ്ഞ് മാനേജ് ചെയ്ത് സമ്മതിപ്പിക്കുന്നുണ്ട്. ഹീറോ ഇപ്പോഴും ആ ഒരു പെൺകുട്ടീനെ തപ്പിക്കൊണ്ടിരിക്കുക. ഒരു ഹോസ്റ്റല് പോലുള്ളിടത്തെത്തി. കറക്റ്റ് ആ ഒരു പെൺകുട്ടി പുറത്തേക്ക് വരുന്ന ടൈം ഹീറോയ്ക്ക് മനസ്സിലായി ഇത് അവളാണ്.
കാണുന്നത്. ഹീറോനെ കണ്ടതും അവള് തിരികെ ഓടാൻ തുടങ്ങി. എന്ന ടെറസിലെത്തിയോണ്ട് വേറൊരു നിവൃത്തിയില്ലാതെ അവളെ ഹീറോ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവിടെ സീൻ കട്ടാക്കി സ്റ്റുഡിയോയില് ഹീറോ ക്യാമറയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവിടേക്ക് കൗൺസിലർ ഓടി വരുന്നുണ്ട്. നിങ്ങൾക്ക് അവളെ കിട്ടിയോന്ന് ചോദിച്ചു. ഹീറോയും ഇവിടെ സീറ്റിൽ വന്നിരിക്കാൻ പറയാ. അവൾ എവിടെയെന്ന് ധൃതി പിടിച്ചോണ്ടേ ഇരിക്കുക. കൗൺസിലർ, നീ സമാധാനപ്പെട്, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്നോട് പറഞ്ഞത് അന്ന് മരണപ്പെടുന്ന അന്ന് മാത്രമാണ് നീ നിന്റെ ക്ലയന്റിനെ കണ്ടിട്ടുള്ളൂ എന്നല്ലേ? എന്ന കഥ പറഞ്ഞപ്പോഴെല്ലാം ഒരുപാട് പ്രാവശ്യം കണ്ടു പരിചയമുള്ള ആളെ പോലെയാണ് പറഞ്ഞത്. അതെല്ലാം പോരാഞ്ഞിട്ട് നീ ഇട്ടേക്കുന്ന അതേ ഷൂ ഞാൻ ആ ക്ലയന്റിന്റെ വീട്ടിലും കണ്ടു. ആ വീട് കാണാൻ പേടിച്ചരണ്ട് ഓടിയതുപോലെ ഉണ്ട്. ശരിക്കും മെസ്സായി കിടന്ന ആ മുറിയില് ആ ഷൂസ് മാത്രം അറേഞ്ച് ചെയ്തു വെച്ചിരുന്നു. അവള് പോയതിനു ശേഷം ആരോ കൊണ്ടു വെച്ചതുപോലെ. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഹീറോ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് ഹീറോയുടെ അടുത്ത് അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കാണിക്കുന്നത്. ശരിയാ, ഞാൻ തന്നെ അവനെ കൊന്നത്. കാരണം അവനൊരു വൃത്തികെട്ടവനാണ്, സൈക്കോ ആണ്, പെൺകുട്ടികളെ ഹറാസ് ചെയ്യുന്നവനാണ്. അവന്റെ അടുത്ത് തന്നെ പല പ്രാവശ്യം ഞാൻ ഇതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എന്റെ ജീവിതം നശിപ്പിക്കുന്ന സ്റ്റോക്കർ ഇവനാണെന്ന്. ആ ഷൂ വെച്ചിട്ടാണ് ഞാൻ ഉറപ്പിച്ചത്. എന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് പുതിയ പുതിയ സാധനങ്ങൾ വരാൻ തുടങ്ങി. ആ ഷൂവിനുള്ളില് തനിച്ചുള്ള പെൺകുട്ടിയുടെ കൂടെ ഒരാണ് വരട്ടെ എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ബോക്സ് കണക്കിന് ഷൂകൾ വരാൻ തുടങ്ങി. എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്റെ കുടുംബവും എന്റെ ലവറും എല്ലാരും എന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങി. അവനെ ഞാൻ കൊല്ലണ്ടേന്നൊക്കെ ചോദിച്ച് ആ ഒരു പെൺകുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെ സിങ്കട്ടാക്കി ഹീറോ കൗൺസിലറിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നീ അവളെ കാണണമെന്ന് പറയുന്നത് അവളുടെ അടുത്ത് റിവഞ്ച് എടുക്കാനല്ലേ, അല്ലാതെ അവളെ ചിയറപ്പ് ചെയ്യാനല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോ നിന്റെ ഫോട്ടോ എടുക്കാൻ പോവാ, ഇവിടുന്ന് മാക്സിമം പെട്ടെന്ന് പൊക്കോന്ന് പറഞ്ഞ് ഹീറോ ആദ്യത്തെ ഫോട്ടോ എടുത്തതും അവനെ കാണാതായി. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഹീറോനെ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഹീറോനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടതും നം അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ മറ്റു ഗോസ്റ്റുകളെ പുഷ്പം പോലെ ഡീൽ ചെയ്യുന്ന നമ്മിന് ഇവനെ ഡീൽ ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. നമ്മിന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി എങ്ങോട്ടോ പോയി. ഹീറോ ഉടനെ ഇതൊന്നും അറിയാത്ത ഹാനെ അറിയിക്കാനായിട്ട് അവക്ക് കോള് ചെയ്യുന്നുണ്ട്. കുറെ പ്രാവശ്യം കോള് പോയിട്ടും ഹാൻ അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹാൻ ഇങ്ങോട്ട് വിളിച്ചു. നീ എവിടെ ഹാൻ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. കോൾ എടുക്കാഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ എന്നൊക്കെ ചോദിക്കുക. ഉടനെ ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കുന്നത് ഹാൻ ആയിരുന്നില്ല, ആ ഗോസ്റ്റ് ആയിരുന്നു. ഹാനിന്റെ ബോഡി എടുത്ത് ആ ഗോസ്റ്റ് ആണ് ഇപ്പൊ ഹീറോയോട് സംസാരിച്ചിരിക്കുന്നത്. ഹാനിന് വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണോന്ന് പറഞ്ഞ് ഹീറോനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അതോടെ ഈ എപ്പിസോഡ് കഴിയാണ്. അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.